പ്രിയമുള്ളവരെ, എല്ലാവർക്കും സ്നേഹവന്ദനം. ഞാൻ ഇന്നൊരു പ്രത്യേക വിഷയമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വേദപുസ്തകത്തിലൊരു വാക്യമാണ് അതിനാധാരം ആയിരിക്കുന്നത്. വേദപുസ്തകത്തിൽ ഇങ്ങനെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു ഭാഗമുണ്ട്: ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയുമാകുന്നു. ഈ വാക്യത്തിൻ്റെ ഒരുപാട് അർത്ഥതലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അതിനകത്ത് ചൂണ്ടിക്കാണിക്കാനൊരു ആഗ്രഹിക്കുന്നൊരു വിഷയം, ഈ ക്രൂശിൻ്റെ വചനം ഒരു കാലത്ത് എനിക്ക് വെറും ഭോഷത്വമായിട്ട് തോന്നിയിട്ടുണ്ട്. തെരുവുകളിലൊക്കെ നിന്ന് ആളുകൾ സുവിശേഷം പറയുക, അവരെന്ത് വിവരക്കേട് വിളിച്ചു പറയുന്നത്, അവരോട് നമുക്ക് എന്തെല്ലാം പുച്ഛം തോന്നുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ രസകരമായൊരു കാര്യം, ഈ ഒരു അർത്ഥവുമില്ലാത്ത വിവരക്കേടുകൾ വിളിച്ചു പറയുന്നതും പ്രാവർത്തികമാക്കുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ ഈ തെരുവുകളിലൊക്കെ നടന്നു വരാറുണ്ട്. അവരോട് ആരോടും നമുക്കൊരു പുച്ഛവുമില്ല. ഈവൻ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ പോലും ഇല്ലാത്ത വെല്ലുവിളിയും ഇല്ലാത്ത പ്രസംഗങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ അവരോട് ആരോടും നമുക്കൊരു പുച്ഛവുമില്ല. നമുക്ക് ഈ സുവിശേഷകന്മാരായിട്ട് ആരെങ്കിലും രണ്ട് ചെറുപ്പക്കാർ എവിടെയെങ്കിലും നിന്നൊരു പരസ്യോഗം നടത്തുക, അതുപോലെ വെള്ളയും വെല്ലുവിട്ട് അല്ലെങ്കിൽ ക്ലീൻ ഷേവ് ചെയ്ത് യേശു ക്രിസ്തുവിനെ കുറിച്ചൊക്കെ ഒന്ന് വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു അവരോട് എന്തോ ഒരു പുച്ഛവും ഒരു വിരക്തിയും തോന്നിയിരുന്നൊരു കാലഘട്ടമുണ്ട്. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ തിരുമൂല സ്കൂളിലാണ് പഠിച്ചത്. തിരുവല്ലയ്ക്കടുത്ത് തിരുമൂലപുരം എന്ന് പറയുന്ന സ്കൂളിൽ അവിടെ ഉള്ളൊരു സ്കൂളിലാണ് പഠിച്ചത്. ഇപ്പോൾ സ്കൂളൊക്കെ വിട്ട് ഇറങ്ങുമ്പം അവിടെ തന്നെ ട്യൂട്ടോറിയൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അധ്യാപകൻ, നല്ല വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യനാണ്. ഞാൻ നോക്കിയപ്പോൾ ഒരു ദിവസം അദ്ദേഹം വേദപുസ്തകം തുറന്ന് പിടിച്ചുകൊണ്ട് ആ തിരുമൂല ജംഗ്ഷനിൽ നിന്ന് പ്രസംഗിക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നി. ഇവിടെ ഇത്രയും വിദ്യാഭ്യാസമുള്ള മനുഷ്യനൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കാൻ ഇവർക്കൊന്നും വിവരമില്ല എന്നൊക്കെ ചിന്തിച്ചൊരു സമയമുണ്ട്. എന്നാൽ പിന്നീട് ഞാൻ യേശുക്രിസ്തുവിലായ ഒരു സമയം, ഞാൻ യേശുക്രിസ്തുവിലായി കഴിഞ്ഞ സമയത്ത് എവിടെയോ യാത്ര ചെയ്തിട്ട് ഞാൻ എൻ്റെ നാടായ കൊറ്റൂർ ജംഗ്ഷനിൽ വന്ന് നിൽക്കുമ്പം ആ ജംഗ്ഷനിൽ അവിടെ ഒരു ചെറിയൊരു മാർക്കറ്റുണ്ട്. മാർക്കറ്റിൻ്റെ കടയുടെ ഇറയത്ത് കുറേ ചെറുപ്പക്കാർ നിന്ന് ക്രിസ്തീയ പാട്ടുകളൊക്കെ പാടി കൈയടിച്ച് പരസ്യവും നടത്തുക. അപ്പോൾ എനിക്കിത് കേട്ടപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അതായത് ദൈവശക്തി എൻ്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ സുവിശേഷകരെ കണ്ടപ്പോൾ ഒരു ആവേശം തോന്നി. ഞാൻ ഓടി അവരുടെ കൂടെ ചെന്ന് നിന്നു. അപ്പം എൻ്റെ നിപ്പൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ നടത്തിപ്പുകാരായ ദേവസ്വം പറഞ്ഞ് രണ്ട് വാക്ക് സംസാരിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പബ്ലിക്കിൻ്റെ മുമ്പിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുന്ന അവിടെ വെച്ചാണ്, എൻ്റെ ജംഗ്ഷനിൽ. എനിക്ക് 2 മിനിറ്റ് മൈക്ക് തന്നു. ഞാൻ അവിടെ നിന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര ബലവും ഉത്സാഹവും ഞാൻ ആസ്വദിച്ചു. അത് പിന്നെ ഞാൻ ഒരുപാടടുത്ത് ഞാൻ തന്നെ പരസ്യവും നടത്തിയിട്ടുണ്ട്, ഒറ്റയ്ക്ക് പോയി നടത്തിയിട്ടുണ്ട്, കൂട്ടുസഹോദരന്മാരുടെ കൂടെ നടത്തിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷവും ബലവും തോന്നി. ഞാനീ പറഞ്ഞു വരുന്നത്, ഈ മാറി നിന്ന് ഇതിനെ പുച്ഛത്തോടെ കാണുന്ന ഒരു കൂട്ടരുണ്ട്. അവരെന്തെല്ലാം ആക്ഷേപിക്കാമോ അതെല്ലാം അതിനെ ആക്ഷേപിക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരുപാട് എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാനിപ്പം ഒരു ഉദാഹരണം, ഞാനൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? 2-3 ചെറുപ്പക്കാർ. ഇതെവിടെയാണ് സ്ഥലമെന്നറിയോ? ഇത് UK സമ്പന്ന രാജ്യമാണ്. ആ പിള്ളേരവിടെ പോയി നിൽക്കുന്നവർ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരാണ്. പക്ഷേ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന സ്വന്തമായിട്ട് തൊഴിലുള്ള ആ ചെറുപ്പക്കാർ, നമ്മുടെ നാട്ടിലാണ് പലരും പറയുന്നത് ഇവരൊക്കെ അമേരിക്കക്കാരുടെ പൈസയ്ക്ക് വേണ്ടി ഒരു തൊഴിലും വിലയില്ലാത്തവനൊക്കെ വേദോത്സവം കൊണ്ട് ഇറങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞ ആക്ഷേപമുണ്ട്. പക്ഷേ അവിടെ അതല്ല, വിദ്യാഭ്യാസമുള്ള പിള്ളേരാണ്, നല്ല വരുമാനമുള്ള പിള്ളേരാണ്. അവർ നിന്ന് പരസ്യയോഗം നടത്തുന്ന ഒരു രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ആ പരസ്യയോഗം അവർ നടത്തുമ്പം അവിടെ പോലും, ആ സമ്പന്ന രാജ്യത്തിൽ പോലും പലരും അത് ശ്രദ്ധിക്കാതെ പോകുന്നവരുണ്ട്. പക്ഷേ അവിടെ പോലും ഇറിറ്റേറ്റ് ചെയ്യുകയാണ് ഒരു കൂട്ടർക്ക്. ലോകത്തിന് ഇത് പുച്ഛമായിട്ട് തോന്നുക. കണ്ടില്ലേ അവൻ അവിടെ വന്ന് കാണിക്കുന്ന ആ പ്രസംഗകരുടെ മുമ്പിൽ അവൻ വന്ന് കാണിച്ചിട്ട് പോയ ഗോഷ്ഠി നിങ്ങൾ കണ്ടോ? നിങ്ങളിതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഈ സുവിശേഷത്തെ ഭോഷത്വമായി തോന്നിയവന് അവിടെ വന്ന് ആ ഗോഷ്ഠികളൊക്കെ കാണിക്കുമ്പോഴും ഈ സുവിശേഷം പ്രസംഗിക്കുന്ന ചെറുപ്പക്കാരുടെ മുഖത്ത് വല്ല ഭാവവ്യത്യാസം ഉണ്ടോ എന്ന് നോക്കിയേ. അവരതൊന്നും അറിയുന്നതേയില്ല, അവർക്കതൊന്നും ഒരു വിഷയമല്ല. അവർ പിന്നെയും തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷവുമായിട്ട് അവർ മുന്നോട്ട് പോകുക. കാര്യം എന്നറിയോ? അവർക്കിത് ദൈവശക്തിയാണ്. ഒരു കൂട്ടർക്ക് ഇത് ഭോഷത്വമായി തോന്നുന്നു, അവർ നാശത്തിൻ്റെ പാതയിൽ പോകുന്നു. ഇവർക്കോ ഇത് ദൈവശക്തിയാണ്. മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പരസ്യയോഗം നടത്തുന്ന വേളയിൽ ഞങ്ങളുടെ മുമ്പിൽ വന്ന് വളരെ വൃത്തികെട്ട നിലയിൽ വിവസ്ത്രമാ തുണി പൊക്കി കാണിക്കുക, അതുപോലെ തന്നെ എന്താ പറയണ്ടേ, നിന്റെ പ്രസംഗം, നിൻ്റെ യേശുവിനെയുള്ള പ്രസംഗം ഇവിടെ വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അതിശക്തമായിട്ട് ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും എൻ്റെ കൂടെ നിൽക്കുന്ന സഹോദരനെ, എനിക്ക് തല്ല് കിട്ടിയില്ല, എൻ്റെ കൂടെ നിന്ന സഹോദരനെ തല്ലുകയൊക്കെ ചെയ്യുന്ന രംഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
പക്ഷേ ഇതെല്ലാം സംഭവിക്കുമ്പോഴും ഞങ്ങൾക്കൊരു വലിയ ബലമായിരുന്നു, വലിയൊരു ധൈര്യമായിരുന്നു. ഞാൻ അതാണ് വലിയൊരു അത്ഭുതമായിട്ട് ഇതിനെ കാണുന്നത്. ക്രൂശിൻ്റെ വചനം ഒരു കൂട്ടർക്ക് ഭോഷത്വമായി തോന്നുമ്പോൾ രക്ഷിക്കപ്പെടുന്നൊരു സമൂഹമുണ്ട്. നിങ്ങൾ എത്ര ഭോഷത്വമായിട്ട് ഇതിനെ കണ്ടാലും, നിങ്ങൾ എത്ര ഇതിനെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും, എത്ര ആക്ഷേപിച്ചാലും ഇവർക്കിത് ദൈവശക്തിയായിട്ട് അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കൽ പത്രോസിനോട് മേലാൽ ഇവിടെ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞ് പത്രോസിനെയും കൂട്ടരെയും പിടിച്ച് തല്ലിയൊരു രംഗം വേദോസ്തവത്തിലുണ്ട്. പക്ഷേ അവർ പറയുക, കർത്താവിന് വേണ്ടി തല്ലുകൊള്ളാൻ ഞങ്ങളെ യോഗ്യരായി എണ്ണിയതിൽ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നത്. അതായത് അങ്ങനെ ഞങ്ങൾ ആക്ഷേപിക്കപ്പെട്ടാൽ, ക്രിസ്തുവിൻ്റെ നാമനിമിത്തം ആക്ഷേപിക്കപ്പെട്ടാൽ, ക്രിസ്തുവിൻ്റെ നാമനിമിത്തം ഉപദ്രവിക്കപ്പെട്ടാൽ അതൊരു അനുഗ്രഹമായി കാണുന്ന മാനസിക നിലയിലാണ് ഈ കർത്താവിൻ്റെ ആത്മാവ് നയിക്കുന്ന ശുശ്രൂഷകന്മാരുടെ ജീവിതത്തിലുണ്ടാകുന്നത്. ഞാൻ ഒരിക്കൽ പരസ്യവും നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് വന്ന് വെച്ച്, നിർത്തറ നിൻ്റെയൊക്കെ സുവിശേഷം, നീയൊക്കെ ഇവിടെയൊക്കെ സുവിശേഷം പറഞ്ഞ് ഇവിടെ കിടക്കുന്ന പാവപ്പെട്ട ആളുകളെയൊക്കെ മതം മാറ്റിയിട്ട് അവർക്ക് സർക്കാർ ഇത് കിട്ടേണ്ട ആനുകൂല്യം പോലും നിങ്ങൾ നിമിത്തം നഷ്ടമായി പോകും, അങ്ങനെ പറഞ്ഞ് ഇദ്ദേഹം ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ്, നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കേണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കാതിരിക്കാം, ഞങ്ങൾക്ക് ഒരിക്കലും നിർബന്ധങ്ങളില്ല. നിങ്ങൾ പ്രസംഗിക്കേണ്ടെന്ന് പറയുകയാണെങ്കിൽ മൈക്ക് ഞങ്ങൾ ഇവിടെ വെച്ച് ഓഫ് ചെയ്യാം. പക്ഷേ സുവിശേഷം കേട്ടതിൻ്റെ പേരിൽ, അത് വിശ്വസിച്ചതിൻ്റെ പേരിൽ സർക്കാരിൻ്റെ ആനുകൂല്യം നഷ്ടപ്പെട്ടിട്ട് ഏതെങ്കിലും സഹോദരങ്ങൾ പട്ടിണിയിലാകുമെന്നുള്ള വേവലാതി കൊണ്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന സഹോദരന്മാരെയൊക്കെ കണ്ടു നോക്ക്. നിങ്ങളെക്കാളധികം ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്ന് അവർ ജനിച്ച ജാതിയുടെ പേരിൽ കിട്ടിക്കൊണ്ടിരുന്ന സഹോദരന്മാരാണ്. അവർ യേശുക്രിസ്തുവിനെ അറിഞ്ഞു. ഈ മാർഗ്ഗത്തിൽ വന്നതിന് ശേഷം അവരവരുടെ ജാതി സർട്ടിഫിക്കറ്റ് വെളിപ്പെടുത്താൻ തയ്യാറില്ല. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ജാതിയുടെ കെയറോഫിലുള്ള ഔദാര്യം വേണ്ട, ഞങ്ങളിന്ന് ക്രിസ്തുവിലാണ്, ഞങ്ങൾ യേശു ക്രിസ്തുവിലൊരു പുതിയ സൃഷ്ടിയാണ്, അതുകൊണ്ട് ഈ നാടിൻ്റെ ഔദാര്യം ഞങ്ങൾക്ക് വേണ്ടാന്ന് അങ്ങോട്ട് പറഞ്ഞ് വേണ്ടെന്ന് വെച്ചിട്ടുള്ള സഹോദരന്മാരാണ്. പക്ഷേ നിങ്ങൾ ഈ ഔദാര്യം വാങ്ങുന്ന പലരെക്കാളും എത്രയോ മെച്ചമായും ശ്രേഷ്ഠമായിട്ടുമാണ് ഇവർ ജീവിക്കുന്നത്. അവരിന്നും യേശുവിന് വേണ്ടി തെരുക്കളിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ടിട്ട് അദ്ദേഹത്തിന് ഇത് മനസ്സിലായില്ല. എന്നാലും നിർത്തറ പ്രസംഗം എന്ന് പറഞ്ഞ് അതിശക്തമായിട്ട് അദ്ദേഹം പ്രസംഗം നിർത്താൻ ആവശ്യപ്പെട്ടു. ഞാനത് നിർത്തി. ഞങ്ങൾ പോരാൻ തുടങ്ങുമ്പം അവിടെ തൊട്ടടുത്ത് തന്നെ വേറെ കുറച്ച് സഹോദരിമാർ, ഇത് കണ്ടും കേട്ട് നിൽക്കുന്ന സഹോദരിമാരാണ്. ഈ വന്ന് ഷൗട്ട് ചെയ്ത ആളുകളുടെ സ്വഭാവ രീതികളൊക്കെ ഈ സഹോദരിമാർക്കറിയാം. ഈ സഹോദരിമാർ അവരുടെ തന്നെ ബന്ധുക്കളും സ്വന്തക്കാരും ആക്കിയിട്ടുള്ള സഹോദരിമാരാണ്. ഈ സഹോദരിമാർ പറഞ്ഞു, സഹോദരന്മാരെ നിങ്ങളിവിടെ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കാൻ പറഞ്ഞു, ഞങ്ങൾക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കണം, ഞങ്ങൾക്ക് സുവിശേഷം കേൾക്കണം. ഒരു ഗ്രാമത്തിൽ ഒരു കൂട്ടം സഹോദരിമാർ ആവശ്യപ്പെടുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആകെപ്പാടെ അത്ഭുതപ്പെട്ടു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ തന്നെ ആ സഹോദരിയോട് പറയുക, നീ CSI പള്ളി പോന്നോളല്ലേ, നീ അവിടെ പോയി അങ്ങ് സുവിശേഷം കേട്ടാൽ മതിയെന്ന്. അപ്പോൾ തൊട്ടടുക്ക് നിൽക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ബന്ധുവായിരിക്കുന്ന സഹോദരി പറയുക, എടാ അവൾ CSI പള്ളി പോക്കിയോട്ടെ, അവളവിടെ സുവിശേഷം കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഞാൻ എവിടെ പോയി സുവിശേഷം കേൾക്കും, നീ എന്നോട് സുവിശേഷം പറയുമോ? ഈ സുവിശേഷം സകല മനുഷ്യർക്കുമുള്ള രക്ഷാമാർഗ്ഗമാണ്, അതുകൊണ്ടാണ് ഇതുമായിട്ട് ഇവരിവിടെ നിൽക്കുന്നത്. വേറെ ഒരു ജാതിയും വേറെ ഒരു മതവും ഒരു വിഭാഗക്കാരും ഇവിടെ വന്നിട്ട് സകലർക്കും വേണ്ടി ഉള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സദ്വാർത്ത ഞങ്ങളെ അറിയിച്ചിട്ടില്ല. അതുമായി ഞങ്ങളുടെ അടുക്കൽ വന്നിട്ടുള്ള സഹോദരന്മാരാണ് ഇവർ, ഞങ്ങൾക്കത് കേൾക്കണം എന്ന് പറഞ്ഞ് ആ സഹോദരി നേരെ നിൽക്കുന്നു. ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കി വല്ലാത്തൊരു അന്തരീക്ഷമാകുമല്ലോ എന്ന് കണ്ട് ഞാൻ സമാധാനപ്പെടുത്തി പോകാൻ തുടങ്ങുമ്പോൾ ഈ സഹോദരിമാർ മാത്രമല്ല ആ പ്രദേശത്തുള്ള കോളനിവാസികളെല്ലാം കൂടെ ഒറ്റയടക്കം വന്നിട്ട് എന്നോട് പറയും, നിങ്ങൾ ഇവിടെ യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കണം, ഞങ്ങൾക്ക് കേൾക്കണം എന്ന് തറപ്പിച്ച് പറഞ്ഞ് സുവിശേഷം പറഞ്ഞ രംഗങ്ങളുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങളോട് പ്രസംഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്തെറിഞ്ഞ് ഞങ്ങളെ തള്ളി അടിച്ചോടിക്കുന്ന രംഗങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ അനുഭവങ്ങളുടെ എല്ലാം ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ. സുവിശേഷത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നൊരു ഭാഗമുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, സുവിശേഷം ദൈവശക്തിയാകുന്നു. സുവിശേഷം അറിയിക്കുക എന്ന് പറയുന്നത് ദൈവശക്തിയാകുന്നു. അത് അറിയിക്കുന്നില്ലെങ്കിലോ അയ്യോ കഷ്ടം. നന്മ സുവിശേഷിക്കുന്നവരുടെ പാദം പർവ്വതങ്ങളിൽ എത്ര മനോഹരം. നിങ്ങൾക്കറിയാമോ, ഇന്നും തെരുക്കളിൽ നിന്ന് അനേക ചെറുപ്പക്കാർ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നുണ്ട്. പലരും പുച്ഛത്തോടാണ് കാണുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് അവർക്ക് സ്വയം പുച്ഛം തോന്നാത്തതെന്നറിയാമോ? അവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. ഞാനൊരൊറ്റ കാര്യം കൂടി പറഞ്ഞ് നിർത്താം. നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ. ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ വസ്ത്രം ഊരി ആ വീഡിയോ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്നത്, വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളിനെ തിരിഞ്ഞു നിന്ന് ആക്ഷേപിക്കുക. ആ വീഡിയോ പിടിക്കുന്ന ആൾ തന്നെയാണ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് എൻ്റെ ഈ സംഭാഷണവും വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സഹോദരിയുടെ മകനാണ്. അവൻ വീഡിയോ പിടിച്ചുകൊണ്ട് അവനും അവൻ്റെ സഹോദരന്മാരും കൂടി നടത്തിയ ഒരു പരസ്യയോഗത്തിൽ കണ്ട രംഗമായി കാണുന്നത്. ഇദ്ദേഹം വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിദേശിയായിട്ടുള്ള മനുഷ്യൻ ഈ വ്യവസ്ഥമായിട്ടുള്ള ഈ പ്രകടനം കാണിച്ചത്. ഇന്ന് ഇദ്ദേഹം അതിനകത്തുനിന്ന് പരാജയപ്പെട്ടു. അത് അദ്ദേഹം പരിഹസിച്ചപ്പോൾ ഉടനെ ലജ്ജ തോന്നി, ഇനി ഞാൻ ഈ നാണംകെട്ട പരിപാടിക്കില്ല എന്നുള്ള തീരുമാനമൊന്നും എടുത്തില്ല. ഇവർ വർദ്ധിച്ച വീര്യത്തോടെ വീണ്ടും കർത്താവിൻ്റെ സുവിശേഷവുമായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഞാനൊരൊറ്റ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു വാക്കാണ്. വാക്കിൽ ഇങ്ങനെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, പൗലോസ് അപ്പോസ്തലൻ മൂന്നാം സ്വർഗ്ഗത്തോളം ഒരുപാട് ആത്മീയ കാര്യങ്ങളുടെ ലെവലിൽ വളർന്ന് മൂന്നാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെടുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായി. ഈ സമയത്ത് പൗലോസിൻ്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. എൻ്റെ ജഡത്തെ കുത്തുവാൻ ഒരു ശൂലം, സാത്താൻ്റെ ദൂതനെ തന്നെ ദൈവം നിർത്തിയിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നൊരു വേദഭാഗമുണ്ട്. അതായത് പൗലോസിനെ എന്തെങ്കിലും ഒരു ആത്മീയമായൊരു ഉത്സാഹത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ ഇറിറ്റേറ്റ് ചെയ്യുക, അതൊരു പക്ഷേ രോഗമായിരിക്കാം, എന്താണെന്ന് ഇവിടെ രേഖപ്പെടുത്തില്ല. എന്താണെങ്കിലും കൊള്ളാം, അദ്ദേഹത്തെ മാനസികമായും ശാരീരികമായും തളർത്തിക്കളയുന്ന ചില അനുഭവങ്ങളിലൂടെ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ ഇതെൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റണം, എനിക്ക് കുറച്ചുകൂടി ഉത്സാഹത്തോടെ കർത്താവിന് വേണ്ടിയിട്ട് നിൽക്കുക. കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്,
പൗലോസേ, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. നിങ്ങൾക്കറിയാമോ പൗലോസ് അപ്പോസ്തലൻ തുടർന്ന് പറഞ്ഞ ഭാഗം? നിങ്ങൾക്ക് ആർക്കെങ്കിലും വായിച്ചത് ബോധ്യപ്പെടണം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വേദപുസ്തകത്തിൽ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം എടുക്കണം. അതിൽ 12-ാം അധ്യായം അതിൻ്റെ ഒരു 9-ാമത്തെ വാക്യം മുതൽ വായിച്ചാൽ ഞാൻ ഈ പറയുന്ന ഭാഗം കാണും. അവിടെ പൗലോസ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണെന്നറിയാമോ? അവൻ്റെ ശക്തി എൻ്റെ മേൽ വന്നപ്പോൾ, അവൻ്റെ കൃപ എൻ്റെ മേൽ വന്നപ്പോൾ, എൻ്റെ കൃപ നിനക്ക് മതി എന്നാണ് കർത്താവ് പറഞ്ഞ്. അവൻ്റെ കൃപ എൻ്റെ മേൽ വന്നപ്പോൾ ഞാൻ ബലഹീനതയിൽ സന്തോഷിക്കുന്നു. എൻ്റെ ബലഹീനതയിൽ അവൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിച്ചപ്പോൾ ഞാൻ ഞെരുക്കം സഹിക്കാൻ ഇഷ്ടപ്പെടുന്നു. കയ്യേറ്റം, ബുദ്ധിമുട്ട്, പരിഹാസം ഒക്കെ സഹിക്കാൻ ഇഷ്ടപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷ പ്രസംഗകരെ കാണുമ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ നിന്ന് പരിഹസിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ പരിഹസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ അവരോടായിട്ട് പറയാം, പൊന്നു സഹോദരന്മാരെ, നിങ്ങളുടെ ഈ പരിഹാസവും ആക്ഷേപം കൊണ്ടൊന്നും അത് നിൽക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഈ പരിഹസിക്കുന്നതാണ് അവർക്ക് കൂടുതൽ ആനന്ദം. നിങ്ങൾ ഉപദ്രവിക്കാൻ തയ്യാറായാലും ഇത് ഒന്നുകൂടി വർദ്ധിക്കത്തേ ഉള്ളൂ. കാരണം അവർ കൂടുതൽ ദൈവശക്തി ആസ്വദിക്കുന്ന ആ വേളയിലാണ്. ആ സത്യം നിങ്ങൾ തിരിച്ചറിയണം. ഇന്ന് ലോകത്തിന് ഇത് അറിയത്തില്ല. അവരിപ്പോഴും 4 കളിയാക്കിയാൽ, 4 പരിഹസിച്ചാൽ, ഞാൻ പറയാം, ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പൊക്കെ നമ്മൾ ഒത്തിരി പേരെ കളിയാക്കിയിട്ടുണ്ട്. ഒന്നിക്കൊസിച്ചേരണം, കപ്പയും മീനും തിന്നണം, കപ്പയുള്ള വീട് നോക്കി അല്ലെങ്കിൽ മീനുള്ള വീട് നോക്കി യോഗം വയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് പെന്തക്കോസുകാരെ പരിഹസിച്ചിട്ടുണ്ട്. ഞാൻ വിശ്വാസ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ നോക്കി ഒത്തിരി പേര് കളിയാക്കിയിട്ടുണ്ട്. നമ്മളെ കളിയാക്കിക്കൊണ്ട് സ്തോത്രം പറയുന്നു. ഓ ഉപദേശി സ്തോത്രം എന്ന് പറഞ്ഞാൽ ആക്ഷേപിച്ചപ്പോൾ, സത്യത്തിൽ അവരുടെ ധാരണ അവരങ്ങനെ സ്തോത്രം പറയുമ്പോൾ നമുക്കൊരു ചെറിയ ലജ്ജ വരികയും നമ്മൾ പിന്നെ ഇതിൽ നിന്ന് അങ്ങ് പിന്മാറുമെന്ന്. സത്യത്തിൽ അവർക്കറിയത്തില്ല, അവരത് അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷവും ബലവുമാണ് അനുഭവിക്കുന്നത്. കാരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമനിമിത്തമാണല്ലോ ഇത് സഹിക്കുന്നത് എന്നുള്ളത്. ഞാൻ ചില സഹോദരന്മാരോട് പറഞ്ഞിട്ടുണ്ട്, എടാ ഒന്നുമല്ലെങ്കിൽ എന്നെ പരിഹസിക്കാനാണെങ്കിലും നിൻ്റെ വായിൽ ഒരു സ്തോത്രം വന്നല്ലോ, എന്നെ പരിഹസിക്കാനാണെങ്കിലും അതിൻ്റെ പേരിലെങ്കിലും നിനക്ക് യേശുവിനെ ഒന്ന് ഓർക്കാൻ പറ്റില്ലോ, അതിക്കുള്ളെന്ത് ഭാഗ്യം വേണ്ടി എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കേണ്ട രംഗങ്ങൾ, അവരെ പറഞ്ഞു വിടേണ്ട രംഗങ്ങളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കേൾവിക്കാരായിട്ടുള്ള സഹോദരന്മാരോട് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഇത്രയേ ഉള്ളൂ. സുവിശേഷകരെ നിങ്ങൾ പരിഹസിക്കുന്നത് കൊണ്ടോ, സുവിശേഷകരെ നിങ്ങൾ ആക്ഷേപിക്കുന്നത് കൊണ്ടോ, അവരെ ഉപദ്രവിക്കുന്നത് കൊണ്ടോ, അവരെ കൊന്ന് കുഴിച്ചു മൂടുന്നത് കൊണ്ടോ ഈ സുവിശേഷം അവസാനിക്കത്തില്ല. യേശു ക്രിസ്തു 12 ശിഷ്യന്മാരെയും കൊണ്ട് ആരംഭിച്ചൊരു പ്രവർത്തനമാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ കേട്ടിട്ടുള്ള വാർത്ത യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വാർത്തയാണ്. ലോകത്തിൽ ഏറ്റവും അധികം എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകം യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന വേദപുസ്തകമാണ്. ഏറ്റവും അധികം വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളതും ഈ വേദപുസ്തകത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഈ സുവിശേഷം ഏതെങ്കിലും തരത്തിൽ ഇറിറ്റേറ്റ് ചെയ്ത് ഹർട്ട് ചെയ്ത് ഇല്ലാതാക്കി കളയാം എന്നാരെങ്കിലും നിരൂപിക്കുന്നുവെങ്കിൽ ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല. ഇവൻ UK-ലെന്നല്ല, ഇന്ത്യയിലെന്നല്ല, ലോകത്തെല്ലായിടത്തും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമവുമായി നിൽക്കുന്നവർക്ക് നിന്ദയും അപമാനവും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നാളെയും അത് തന്നെ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഇവിടെ എല്ലാം സുവിശേഷം അതിൻ്റെ ശക്തിയോടെ തേജസ്സോടെ വളർന്നുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യം മാത്രം ഉറപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.